കേരളത്തിൻ്റെ സാമ്പത്തിക അച്ചടക്കം അതെവിടെ പോയി, നഷ്ടപ്പെട്ടു പോയി എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനാവശ്യ ധൂർത്തും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കടമെടുപ്പും എല്ലാം നിലനിൽക്കുമ്പോഴും ഒരു വശത്ത് കേന്ദ്രത്തെ പഴിചാരുന്നൊരു സാഹചര്യവും എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ജനങ്ങളിലേക്ക് ഈ ഒരു സമ്മർദ്ദം കൊണ്ടുവരാനായി സർക്കാർ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എതിർപ്പുകൾ മറികടന്ന് കൂടുതൽ മേഖലകളിൽ നിരക്ക് വർധനവ് ഏർപ്പെടുത്താനാണ് ആലോചന. ഭൂനികുതി, കോടതി ഫീസ് വർധനകൾക്ക് ശേഷം ഓൺലൈൻ സേവനങ്ങൾക്ക് ഡിജിറ്റൽ കോസ്റ്റും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, എല്ലാ മേഖലകളിലും വില വർധനവ് നടത്തിയിട്ട് പോലും ഒരു സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രവുമല്ല, കൂടുതൽ മേഖലകളിലേക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള വില വർധനവ് കൂടി വരികയാണല്ലേ? അങ്ങനെ തന്നെയാണ്. ഒരു വശത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, മറുവശത്താകട്ടെ അനിയന്ത്രിതമായ ധൂർത്തും നടക്കുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം അപകടാവസ്ഥയിൽ നിന്ന് പലവട്ടം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അതൊന്നും പരിഗണിക്കാതെ അതിനുള്ള ശാശ്വതമായ പരിഹാര നടപടികളിലേക്ക് പോകാൻ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന ധനവകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തകർന്നറിയുന്ന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ ഭാരം മുഴുവൻ അത് സാധാരണ ജനങ്ങളുടെ തലയിലേക്കും മധ്യവർഗത്തിന്റെ തലയിലേക്കും ഒക്കെ ഇടുകയാണ് സർക്കാർ ചെയ്യുന്നത്. വിവിധ സേവനങ്ങളുടെ ഫീസുകളും നികുതി നിരക്കുകളും മറ്റും വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയായി സംസ്ഥാന സർക്കാർ കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പുതിയ മേഖലകളിൽ നിന്നുള്ള വരുമാനം അത് കണ്ടെത്തുക, അതായത് നിലവിൽ ഇതുവരെ സർക്കാരിന്റെ ഒരു പ്രധാന വരുമാന ആയിട്ടില്ലാത്ത അല്ലെങ്കിൽ സർക്കാരിന് കാര്യമായ വരുമാനം ലഭിച്ചിട്ടില്ലാത്ത മേഖലകളിൽ നിന്ന് കൂടുതൽ തുക കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ പുതിയതായി ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ബജറ്റിലെ കോടതി ഫീസിലെ വർധനവൊക്കെ അത്തരത്തിൽ സർക്കാർ പരിഗണിച്ചെടുത്ത്, അതായത് ഇതിനു മുൻപ് അങ്ങനെ വലിയ നിരക്ക് വർധനവിനോ അല്ലെങ്കിൽ കൂടുതൽ ഈ പറയുന്ന രീതിയിൽ വരുമാന സ്രോതസ്സായി സർക്കാർ കണ്ടിട്ടില്ലാത്ത ഒരു മേഖലയായിരുന്നു ഈ കോടതി ഫീസിനങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ ഫീസിനങ്ങളിലേക്ക് നിരക്കുകൾ വർദ്ധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ കണ്ടു. അതോടൊപ്പം തന്നെയാണ് 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതിയിലും ഈ ഭൂനികുതിയിലും ഒക്കെ 50% വർധനവ് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം സർക്കാർ സൃഷ്ടിച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി വർധനവ്, അതോടെ ഈ സഹകരണ ബാങ്ക് ജഹാനുകളുടെയൊക്കെ നിരക്ക് വർധനവും എല്ലാം സർക്കാർ അങ്ങനെ പ്രത്യേകം കണ്ടെത്തിയ പുതിയ സാമ്പത്തിക സ്രോതസ്സുകളാണ്. അങ്ങനെ അവിടെ നിന്നെല്ലാം കൂടുതൽ നിരക്ക് വർധനവ് കഴിഞ്ഞ ബജറ്റിൽ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ആണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഓൺലൈൻ സേവനങ്ങൾക്കും സർട്ടിഫിക്കറ്റുകൾക്കും ഈ ലൈസൻസുകൾ, കെട്ടിട പെർമിറ്റുകൾ മുതലായിട്ടുള്ളവയ്ക്കൊക്കെ നിലവിലുള്ള ഫീസുകൾക്ക് പുറമെ, ഇത് ഓൺലൈനായി സേവനം നൽകുമ്പോൾ നിലവിലുള്ള ഫീസുകൾക്കും പുറമെ ഡിജിറ്റൽ കോസ്റ്റ് എന്ന പേരിൽ അധിക ഫീസ് ഏർപ്പെടുത്താൻ സർക്കാർ അനുമതി നൽകിയത്. ഈ കേസ് കാർഡ് വഴിയുള്ള സേവനങ്ങൾക്കാണ് ഇത്തരത്തിൽ അധിക ഫീസായി ഈടാക്കുന്നത്. അങ്ങനെ ആ സേവനങ്ങൾക്കും സർക്കാർ അധിക ഫീസ് ഈടാക്കുമ്പോൾ കൂടുതൽ വരുമാന വർധനവ് മാത്രമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ എടുത്തു വെച്ച് ആലോചിക്കേണ്ടതുണ്ട്. കാരണം കൂടുതൽ മേഖലകളിലേക്ക് സർക്കാർ സമാനമായ രീതിയിൽ നിരക്ക് വർധനവും നികുതി വർധനവും ഒക്കെ കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. ഈ വരുമാനത്തിനനുസരിച്ച് ജനങ്ങളെ പ്രത്യേക വിഭാഗങ്ങളാക്കി ഫീസും സെസ്സും ഒക്കെ ഈടാക്കാനായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിൽ മുന്നോട്ട് വെച്ച ഒരു ശുപാർശ എന്നുള്ളത്. അതായത് അടിസ്ഥാനപരമായി ജനത്തെ പിഴിയുക എന്നുള്ളതാണ് ഇതിലൂടെയും മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ ലക്ഷ്യമിടുന്നതെന്ന് നമുക്ക് എടുത്തു പറയാം. അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ ആദായ നികുതി മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഇളവുകളുണ്ട്. അതിലുണ്ടാകുന്ന നേട്ടമടക്കം ആ നേട്ടം ലഭിക്കേണ്ടതിന് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, മറ്റ് ഇടത്തരക്കാർക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്രം നൽകിയുള്ള ആനുകൂല്യം, കേന്ദ്രം നൽകിയ ഇളവ് അത് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന രീതിയിലൂടെ കൂടി സംസ്ഥാന സർക്കാരിന്റെ ഈ പുതിയ നയം വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.